I know that you love me, darling, you don't have to say it. You know you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. ഇതിപ്പോൾ കുറേ നേരമായല്ലോ ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഏതായാലും 3 ദിവസം കൊണ്ട് അവർ അഡ്രസ്സ് തപ്പി തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ 3 ദിവസം അബിയുടെ വീട്ടിൽ നിൽക്കാം. അവനിതൊന്നും അറിയത്തില്ലല്ലോ. എന്തായാലും അങ്ങോട്ട് പോയി അവനോടെല്ലാം പറയാം. എന്തായാലും അഡ്രസ്സും കിട്ടി. അവൾ എവിടെയാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ, സേഫാണെന്ന് അറിഞ്ഞിട്ട്. എനിക്കൊന്ന് കണ്ടാൽ മതി കല്ലൂനെ. എന്തായാലും അബിയുടെ അടുത്തോട്ട് പോവാം. ഈ ഫോൺ എപ്പോൾ നോക്കിയാൽ സൈലൻ്റ് ആണല്ലോ ദൈവമേ. ഇതെന്താ നോക്കാം. ഹലോ, ഹായ്. നമ്മൾ ലൈവ് വന്നിട്ട് കുറച്ചായല്ലേ. ഓൾമോസ്റ്റ് ഒരു 6 months എങ്കിലായി കാണും. അപ്പം ഞാനൊന്ന് ജീവനോടെ ഉണ്ടെന്നെല്ലാവരും അറിയിക്കണ്ടേ, അതിന് വന്നതാണ്. പ്രണയിച്ചിട്ടുണ്ട്. കമൻസൊക്കെ ഭയങ്കര വെറീഡാണല്ലോ. ഞാൻ സേഫാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ട്. ഇപ്പോൾ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ പ്രസൻറ്റ് ഞാൻ ഹാപ്പി അല്ല. ആൻഡ് എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് വന്നൊരു കമൻ്റാണ് പ്രണയിച്ചിട്ടുണ്ടോ. പ്രണയിക്കാത്തതായി ആരുമില്ലെന്ന് പറഞ്ഞാൽ ആരും കാണത്തില്ലല്ലോ. എൻ്റെ പ്രണയം എന്നും വ്യത്യസ്തമായിരുന്നു എല്ലാവരിൽ നിന്നും. അത് ഓർക്കുമ്പോൾ തന്നെ സംതിങ് ഫീൽ ഡിഫറെൻറ്റ്. പ്രണയിക്കുന്ന ടൈമിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. മൈ ഫസ്റ്റ് ലവ്. എൻ്റെ കോളേജിലൊക്കെ ഞാൻ ഒരു ഹീറോ ആയിരുന്നു. ആ ടൈമിൽ ഒരുപാട് പേര് പിറകെ നടന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ ഗേൾ ഫ്രണ്ടാണ്. അത് അവൾക്കും എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ ഒരു തമാശയായിരുന്നു. ബട്ട് എൻ്റെ ലൈഫിൽ എന്നെ അത്രയും ഇൻസ്പയർ ചെയ്ത, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് തോൽപ്പിച്ച് കളഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ, കാശി. I love him. ഇപ്പോഴും എനിക്കവനെ ഇഷ്ടമാണ് ഒരുപാട്. അവൻ എൻ്റെ കൂടെ ഇല്ല, അതെനിക്കറിയാം. പക്ഷെ സംതിങ് പെയിൻ ഇൻ മൈ ഹാർട്ട്. എനിക്കത് ഒരുപാട് വേദന തരുന്നുണ്ട്. ഒറ്റയ്ക്ക് എൻ്റെ ലൈഫിൽ ഞാനൊരു ബിഗ് സീറോ. It's time.
റിയലി മിസ്ഡ് ഹിം. അവന് ഒരുപാട് മിസ് ചെയ്യാം. ഒരുപാട് കുറേ നേരമായല്ലോ ഇവനിനി എങ്ങനെ വരത്തില്ലേ. അവനെ സർപ്രൈസ് ആക്കാമെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇനിയിപ്പോൾ ഞാനായിരിക്കും അവൻ വരാതെ സർപ്രൈസ് ആവാൻ പോകുന്നത്. കാശി കല്ലുവിനെ കണ്ടു കാണുമെന്തോ. ഏതായാലും ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് കാശിയുടെ അടുത്തോട്ട് പോവാം. കാറിൻ്റെ സൗണ്ടല്ലേ കേട്ടെ. ഇവ വന്നാണോ? ദൈവമേ, എനിക്കാണെങ്കിൽ ടെൻഷനാവുന്നു. അവനങ്ങനെ അതിന് പേടിച്ച് ബോധം കെട്ട് വീഴുമോ? ഇല്ല. അബി, ഇതിപ്പോൾ കുറേ നേരം ആയല്ലോ. പോയി നോക്കാം. ഇവ എന്ത് ചെയ്യുന്നേ? കരയാണോ? ഗുഡ് മോർണിംഗ് അബി. ഞാൻ കുറച്ച് ലേറ്റായി പോയല്ലേ, എനിക്കറിയാം. ഇന്ന് പീറ്ററിൻ്റെ കൂടെ ഓഫീസ് വരെ ഒന്ന് പോകണമായിരുന്നു. എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്യാനായിട്ട് ഇഷാൻറ്റി പറഞ്ഞു വിട്ടതാണ്. അതാ ലേറ്റായ. പിന്നെ പീറ്ററിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ നേരെ അങ്ങ് പോന്നു നിൻ്റെ അടുത്തിട്ട്. എടാ, നീ ഇല്ലാണ്ട് പറ്റണില്ല അബി. തല്ലൂടാൻ പറ്റണില്ല, ഒന്നിനും പറ്റണില്ലടാ. റിയലി മിസ്ഡ് യു. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തിനും എന്നെ നീ തല്ലൂടിയിട്ടാൽ എന്നെ വിളിക്കണല്ലേ. എനിക്ക് ഉറപ്പാണ് നിനക്കൊന്നും പറ്റി കാണൂലെന്ന്. ഓഹോ, നിനക്ക് ഞാൻ പോയതിൽ സങ്കടമാണല്ലേ. എന്നിട്ട് നീ ആ പീറ്ററിനെയും കെട്ടി. ഓഹോ, അതും പോട്ടെ. പോരാഞ്ഞിട്ട് 3 വർഷം മുമ്പേ ഞാൻ ഒളിച്ചു വെച്ചിരുന്ന എൻ്റെ ഷൂവിനെ എടുത്തിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് നിന്ന് അഭിനയിക്കുന്നല്ലേടാ ചീമപ്പന്നി. അബി, അബി, എടാ, ഇത് നിന്റെ പ്രേതമല്ലേ? സത്യം പറ. അല്ല, പ്രേതമല്ലടാ, നിന്റെ അപ്പൂപ്പൻ. ഷൂറാ, മര്യാദയ്ക്ക്. എടാ, നീ കളിക്കാതെ കാര്യം പറഞ്ഞ. അബി, ഞാൻ ഒന്ന് നിന്നെ തൊട്ടോട്ടെ? വേണ്ട, നീ തൊടണ്ട. നീ ഷൂരിട്ട് തൊട്ടാ മതി. ഊറാ ഷൂ. ഓ, എവനെ കൊണ്ട് ഇന്നലെ പണി നിന്റെ ഷൂ കൊണ്ടുപോയി തിങ്ങി. നീ കാര്യം പറടാ. നീ മനുഷ്യൻ തന്നെയല്ലേ? എടാ, നീ പ്രേതമാണെന്ന് കരുതി എന്റെ പുറത്തൊന്നും കയറരുത്. ഞാൻ ഇപ്പോഴേ പറയാം. ഓ, എവനോ ഇന്ന് ഞാൻ. എടാ മൈക്കൊണാമ്പി, ഞാൻ പ്രേതവും ഭൂതവും അല്ല. അഭിജിത്ത് തന്നെയാ, നിന്റെ അഭി തന്നെയാ. നീ കൂടുതലൊന്നും എൻ്റെ അടുത്ത് ചോദിക്കലും. ഞാൻ നിന്നെ കാണാൻ വന്നതാ. ഞാൻ ഇപ്പം തന്നെ പോവും. ഇപ്പം തന്നെ പോകുമെന്നോ? നീ ജീവിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞത് എനിക്ക് വലിയ കാര്യം. നീ പിന്നെ എന്നെ കളഞ്ഞിട്ട് എവിടെ പോകാൻ പോവാ? എൻ്റെ ലൈഫ് ലോങ് ഞാൻ നിന്നെ ഇനി വിടാൻ പോകുന്നില്ല. നീ എൻ്റെ കൂടെ തന്നെ കാണും. നീ വന്നേ, നമുക്ക് തൈപ്പറമ്പ് വീട്ടിലോട്ട് പോവാം. ഓ ആണോ? മോനെ, നീ പീറ്ററിനെ കെട്ടിയതിന് എനിക്ക് സങ്കടമല്ല. കാരണം അവൻ പാവമാണ്. ആ കൂട്ടത്തിൽ, ആ കുടുംബത്തിലുള്ളതിൽ ഒരേ ഒരു പാവം അവന്. അതുകൊണ്ട് എനിക്ക് യാതൊരു ദുഷിപ്പോ സങ്കടമോ അതിനൊരു ദുഃഖമോ തോന്നിയിട്ടില്ല ഈ നിമിഷം വരെ. അല്ല, അതറിഞ്ഞിട്ടുള്ള ഈ നിമിഷം വരെ. പക്ഷേ ആ പന്ന വീട്ടിലോട്ട് എന്നെ കൊണ്ടുവന്ന് നീ വിചാരിക്കണ്ട. മോൻ്റെ വാസം അവിടെ തന്നെയാണല്ലേ. ഒന്നും പറയുന്നില്ല. ദേ, എന്നെയും കൊണ്ട് അവിടെ പോകാനോ അല്ലെങ്കിൽ ആ വീട്ടിൻ്റെ പേരോ അല്ലെങ്കിൽ ആ വീട്ടിലുള്ള വേറെ ഒരുത്തന്മാരെ പേരോ നീ ഇവിടെ മിണ്ടിപ്പോരുത്. എന്നാൽ മാത്രം ഞാൻ ഇപ്പൊ നിന്റെ സംസാരിക്കും. ഓ അബി, നീ വിചാരിക്കും പോലെയൊന്നും അല്ല ഇപ്പൊ അവിടെ. ഇപ്പോഴും നല്ല പണ്ട് നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കാര്യങ്ങളൊന്നും. നീ ഞാൻ പറയുന്നത് കേൾക്കാതെ. റാമേ, നീ വെറുതെ എൻ്റെ വായിന്ന് വല്ല കണ്ണാകുണ്ണത്തരം കേൾക്കരുത്. എടാ, എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കണ്ട. നീ ഞാനും കൂടെ അടിയാവണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല. പറഞ്ഞില്ല വേണ്ട. എന്നാ ശരി, ഞാൻ തൈപ്പറമ്പ് വീട്ടിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. നീ ഇത്ര നാൾ എവിടെയായിരുന്നു? നിനക്കെന്താ പറ്റിയേ? കാശി എവിടെ? അതെങ്കിലും എത്തി പറയൂ. അത് വേണമെങ്കിൽ ഞാൻ പറയാം. തൈപ്പറമ്പ് വീട്ടിനെ കുറിച്ച് ഞാൻ ഒന്നും പറയൂല. അത് പറയാം. ആ പൊരനാറി, അവൻ ചത്ത്. ഇല്ലെങ്കിൽ അവനെ ഞാൻ തന്നെ കൊന്നേനെ. നിനക്കറിയോ ഞങ്ങൾ എന്തുമാത്രം നിങ്ങൾ രണ്ടൊരു തിരക്കിന്ന്. അന്വേഷിക്കാൻ സ്ഥലങ്ങളില്ല. ആ കൊക്ക മുഴുവൻ അരിച്ചു പറക്കി. അതിന് നിങ്ങൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായിട്ട്. നിങ്ങളുടെ സകലമാന സാധനങ്ങളൊന്നും ബോഡിയുടെ കൂടെ കിട്ടിയതുകൊണ്ട് ഞങ്ങളെല്ലാവരും വിചാരിച്ചോ നിങ്ങൾ തന്നെയാണ്. പക്ഷേ പീറ്ററിന് മാത്രം നല്ല ഡൗട്ടായിരുന്നു. അവൻ ഞാൻ പറയുന്നവരും കേൾക്കാതെ വക വയ്ക്കാതെ നീ നേരത്തെ പറഞ്ഞില്ല ചെക്കൻ, അവനെയും വിളിച്ചോണ്ട് അവിടെ പോയത് രണ്ടാമത്.
അതിനുശേഷം അവനും ഉറപ്പ് പറഞ്ഞതിന് ശേഷം പീറ്ററും പിന്നെ അത് വിട്ടു, തിരക്കാനൊന്നും നിന്നില്ല. പിന്നെ ആ ചക്ക ഇതിന്റെ പുറകെ ഉണ്ടെന്ന് എനിക്കോ പീറ്ററിനോ ആർക്കും അറിയത്തില്ലായിരുന്നു. അർജുൻ അവനെ പോയി കണ്ടതോ ഒന്നും അർജുൻ പോലും പറഞ്ഞില്ല. നിനക്കറിയോ, തൈപ്പറമ്പ് വീട്ടിൽ തന്നെ അർജുന് താമസിക്കുന്നത്. അർജുൻ നമ്മുടെ ആനില്ലേ, പണ്ട് ലൂക്കയുടെ ഗേൾ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് അവന്മാര് പറ്റിച്ച ആ പെൺകൊച്ചിനെ കല്യാണം കഴിച്ചേക്കുന്നത്. അവരൊക്കെ എന്താ ഹാപ്പി ആയിട്ടാ ജീവിക്കുന്നതെന്ന് അറിയോ? എടാ നമ്മൾ വിചാരിക്കും പോലെയൊന്നും അല്ല. ഞാനിപ്പോ എന്തെങ്കിലും പറയാൻ വരുമ്പോ നീ പറയും തൈപ്പറമ്പ് വീടിനെ കുറിച്ച് പറയരുത്, ഞാൻ പണം കണ്ട് വീണതാ, അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടാ ഞാൻ അവരെ പൊക്കി പറയുന്നതെന്നൊക്കെ നിനക്ക് തോന്നാം. പക്ഷെ ഇപ്പൊ ഞാൻ പണ്ടത്തെ റാമായിട്ടല്ല നിന്റെ സംസാരിക്കുന്നത്. എടാ, ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ആ വീട്ടിലുണ്ട്. എന്റെയും പീറ്ററിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. എടാ, അവരൊക്കെ നമ്മൾ വിചാരിച്ചൊരു നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരാ. എടാ, ഇഷാന്റി എന്നൊക്കെ പറഞ്ഞ അവർക്കൊക്കെ എടാ അവരൊക്കെ ഭയങ്കര പാവാടാ. ലിയോ ആയാലും ലൂക്കയുടെ അവസ്ഥ എന്താന്ന് നിനക്കറിയോ? നീ പറഞ്ഞ പോലെ പറഞ്ഞല്ലോ കാശിയോട്, അവന് നിന്നെ ചതിച്ചായിരിക്കുന്നു ലൂയിസ് ജയിച്ച പോലെ. ലൂയിസിന്റെ അവസ്ഥ എന്താന്ന് നിനക്കറിയോ ഇപ്പോഴത്തെ? പോട്ടെ, ലൂക്കയുടെ അവസ്ഥ എന്താണെന്നറിയോ നിനക്ക്? അതൊക്കെ അറിയണമെങ്കിൽ നീയും അവനും കൂടി അവിടെ വരണം, ആ വീട്ടില്. എന്നാലേ അതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. ഓ ആണോ? തൽക്കാലം ഞാൻ വരുന്നില്ല. പിന്നെ നീ അവിടെ പോയി കെട്ടി കുടുംബം ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഇമാതിരി തള്ളു കഥയായിട്ട് വരണ്ട കേട്ടല്ലോ. ലൂയിസിന് എന്താ പറ്റിയേ? അറിയണമെന്നുണ്ടോ മോന്? പറയാൻ മനസ്സില്ല. തള്ളു കഥയല്ലേ ഞാൻ പറയുന്നൊന്നും, നീ അറിയണ്ടാ. നീ ഇങ്ങനെ ഇരുന്നോ, ഞാൻ പറയുന്ന ഒന്നും വിശ്വസിക്കാതെ. ഞാൻ പറയുന്നത് ഇതെങ്കിലും നിനക്ക് വിശ്വസിച്ചൂടെ? പറഞ്ഞു തൊലക്കി എന്താ? എടാ, ആ വീട് ഇപ്പൊ പഴയ പോലെ അല്ല. അത്ര ഹാപ്പിയായി വഴക്കൂടാനായാലും തല്ലുകൂടാനായാലും ഒച്ചയും ബഹളമൊക്കെ ഉണ്ടായിരുന്ന ഒരു വീടുണ്ടായിരുന്നല്ലോ, അതുപോലെയല്ല. പീറ്ററും ഞാൻ പിന്നെ നീ ഇല്ലാത്തതിൻ്റെ ഇതിൽ എപ്പോഴും ഇവിടെ ആയിരിക്കും. മിക്ക ടൈമും നൈറ്റ് പോവും, രാവിലെ ഇറങ്ങി ഇങ്ങ് വരും. ഇതാ എൻ്റെ അവസ്ഥ. പീറ്റർ ഓഫീസിൽ പോവും, തിരിച്ചു വരും. ഞാനുമായിട്ട് മാത്രമേ ഉണ്ടുള്ളൂ ആ വീട്ടിൽ. ആരെടുത്തായാലും അവൻ വഴക്കൂടാനേ വാ തുറക്കത്തുള്ളൂ, അതും ഈ ഷാൻഡിയോട് വരെ. പിന്നെ ലിയോ ഇമാനുവല അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവരുള്ളത് കൊണ്ട് ആ കുടുംബം ഇത്തിരി ഇങ്ങനെ അന്നനില്ലാതെ നടന്നു പോകുന്നു. സത്യം പറഞ്ഞ ആ ഇമാനുവലിന്റെ ലിയോയുടെ ഒറ്റ കഴിവാ ആ വീട് ഇപ്പോഴും ഇത്തിരിയെങ്കിലും ഇതിലിരിക്കുന്നത്. പിന്നെ ലൂയിസ് രാവിലെ ഓഫീസിൽ ഒരുങ്ങി കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട് പോകുന്നുണ്ടാ തോന്നും. അവനെ പോലെ മാന്യം വേറെ ഇല്ല. ഒരു ഉച്ച കഴിയുമ്പോ പീറ്റർ എന്നെ വിളിച്ചിട്ട് പറയും, എടാ അവ ഓഫീസിൽ നിന്ന് ഇറങ്ങിയെന്ന്. ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ അവ എവിടെയാന്ന് നിനക്കറിയോ? അവനല്ലേ ഏതെങ്കിലും പെണ്ണുങ്ങളുടെ കൂടെ വല്ല ഹോട്ടൽ റൂമിലും ആയിരിക്കും. നിന്നെ കുറ്റം പറയാൻ പറ്റില്ല, നീ പറഞ്ഞ ശരിയാ. അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആണെന്ന് ഞാനും വിശ്വസിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കലും കുറ്റവും പറയില്ല അബി. പക്ഷേ ഹിപ്പാവ അങ്ങനെയൊന്നും അല്ല. ഇപ്പോഴെന്നല്ല, നിന്നെ കാണാതായതിൻ്റെ അന്ന് എനിക്ക് മനസ്സിലായതാ അവൻ നിന്നെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന്. അന്ന് നിന്നെ ഞങ്ങളെല്ലാവരും കൂടെ തിരക്കിയ ദിവസം ഞാൻ അവനോട് വഴക്കിട്ടു. നീ കാരണോ എൻ്റെ അബിയെ കാണാത്ത, നീ അവനെ അങ്ങനെ പറ്റിച്ചതുകൊണ്ടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവനോട് തിരിച്ചെന്താ പറഞ്ഞതെന്നറിയോ? ശരിയാ, എനിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി, പക്ഷെ എന്നും പറഞ്ഞ അബി എൻ്റെ ആരും ആയിരുന്നില്ല എന്ന് നീ പറയരുത്. എനിക്കവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ അത്ര ദേഷ്യത്തിൽ കരഞ്ഞോണ്ടാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഞാൻ പിന്നീട് അവനോട് അതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ പോയില്ലടാ. ചോദിക്കാൻ തോന്നിയില്ല, അത് തന്നെ സത്യം. പക്ഷെ ഇപ്പോഴത്തെ അവൻ്റെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. നീ പറഞ്ഞല്ലോ ഏതെങ്കിലും ഹോട്ടൽ റൂമിലായിരിക്കുമെന്ന്. അല്ല, ഓഫീസിന്റെ താഴെയുള്ള പബ്ബിൽ പോയി കുടിക്കും. രാവിലെ തൊട്ട് രാത്രി 9 മണി വരെ കുടിക്കും. പിന്നെ രാത്രി വീട്ടിൽ കയറി വരുന്നത് നല്ല കോലത്തിലാണ്. ഹോളിലൊക്കെ ഛർദിച്ച് റൂമിലോട്ടൊക്കെ എഴഞ്ഞാ പോകുന്നത്. ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഞങ്ങളെല്ലാവരും കൊണ്ടുവച്ച് കിടത്തി എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ അത് ശീലമായപ്പോൾ ആരും മൈൻഡ് ചെയ്യാതായി. ഇപ്പം എല്ലാം സ്വന്തമായിട്ടിട്ട്. കുടിക്കുമോ അവൻ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കുടിച്ചാൽ എനിക്കിപ്പോൾ എന്താ? അവൻ എങ്ങനെ പോലെ എനിക്കെന്താ? അവൻ ചെയ്തേനൊക്കെയല്ലേ അവൻ അനുഭവിക്കുന്നത്. ശരിയായിരിക്കും, അവൻ ചെയ്തേനായിരിക്കും അനുഭവിക്കുന്നത്. അപ്പൊ ലൂക്കയോ? അവനോ?
ആഹാരം പോലും കഴിക്കില്ല. നിനക്കറിയോ, അവൻ്റെ ആ റൂമിൽ കയറി അടച്ചിരുന്നിട്ട് ഇന്നേക്ക് 3 വർഷം കഴിയാറായി. ആഹാരം കൊണ്ട് കൊടുക്കും. ഡോറിന്റെ താഴെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, മറ്റേ ഭ്രാന്തന്മാരെയൊക്കെ പൂട്ടിയിട്ടേക്കൂലേ, അതുപോലെ. ആഹാരം കൊണ്ട് കൊടുക്കുമ്പോൾ അതുവഴി തന്നെ തിരിച്ചെടുത്തെറിയും. അവൻ ആകപ്പാടെ വരുന്ന ലൈവാ. അതും അവൻ കുറെ പടം വരച്ച് ഫേമസ് ആയ കുറച്ച് ഫാൻസ് ഉണ്ട്, അവരെ കാണിക്കണേ. ആ ലൈവിൽ വന്നിരുന്ന് കുടിയോട് കുടിയാണ്. അവൻ എന്ത് തെറ്റിയിട്ടാ? അവൻ ആകെ ചെയ്ത തെറ്റ് അത്രയും ആത്മാർത്ഥമായിട്ടും അത്രയും ഭ്രാന്തമായിട്ടും കാശിയെ സ്നേഹിച്ചെന്നുള്ളതാണ്. ആ കാശിയോടാ നീ പറഞ്ഞു കൊടുത്തത് അവനും ലൂയിസിനെ പോലെ ചതിയനാന്ന്. ശരിയാ, ലൂയിസ് ചതിയനായിരിക്കും, പക്ഷെ ഇന്നവ അങ്ങനെയല്ല. പക്ഷെ ഞാൻ ഒരിക്കലും നിന്നോട് അവനെ അംഗീകരിക്കാൻ പറയൂല. ഒരിക്കലും നിന്നോട് അവനെ അംഗീകരിയെന്ന് പറഞ്ഞ് ഫോഴ്സും ചെയ്യിപ്പിക്കത്തില്ല. അത് നിന്റെ ഇഷ്ടമാ. അവ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തത്. അത് ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. പക്ഷെ ഇന്നവ ഒരുപാട് മാറി. അതിൽ നിന്ന് അവനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ എനിക്കറിയാം നിനക്ക് ഒരുപാട് ടൈം എടുക്കും. അല്ലെങ്കിൽ തന്നെ നിനക്ക് ചിലപ്പോൾ താല്പര്യവും കാണത്തില്ല. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ ഞാൻ ഫോഴ്സ് ചെയ്യില്ല. പക്ഷെ കാശി അവിടെ ചെല്ലണം. അവൻ ജീവനോടെ ഉണ്ടെന്നെങ്കിലും അറിഞ്ഞാൽ മതി, ലൂക്ക് റിക്കവർ ആവും. അതിനിപ്പോ എനിക്കറിയായിരുന്നോ ഇതിപ്പോ ഇങ്ങനെയൊക്കെയാണെന്ന്? ആകപ്പാടെ അറിഞ്ഞ അവൻ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായി, പിന്നെ അവൻ സിംഗിളാന്ന് പറഞ്ഞു. പക്ഷെ കാശി മരിച്ചിട്ട് അവൻ ഇങ്ങനെ പേരുമായിട്ട് ആർട്ടിസ്റ്റൊക്കെ ആയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ അതിനൊന്നും വിഷമം കാണില്ല, പണം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി ഓടിയതാണ്. കാശി. പിന്നെ കല്ലുവിന്റെ കാര്യം അതാ ഞാൻ ആദ്യം പറയണ്ടേ, പക്ഷെ വിട്ടുപോയി. എടാ കല്ലു ഇപ്പോ അബി എടാ നീ പെട്ടെന്ന് വന്നേ, നമുക്ക് തൈപ്പറമ്പ് വീട്ടിൽ പോകണം. പെട്ടെന്ന് വാ. എടാ അടങ്ങ്, നീ കാര്യം എന്താന്ന് പറ. എന്തിനിങ്ങനെ അടുത്ത് വെപ്രാളപ്പെടുന്നേ? കാര്യം പറയടാ. എടാ റാമ് എന്നോട് ഒരുപാട് കാര്യം പറഞ്ഞടാ. നീ ഇപ്പം ടെൻഷൻ അടിക്കുന്ന എന്തിനാ? ആ കാര്യം പറ, എന്നിട്ട് ഞാൻ അതൊക്കെ പറയാം. എടാ കാര്യം എന്താ? എടാ നമ്മൾ വിചാരിച്ചെല്ലാം തെറ്റായിരുന്നു. ലൂക്ക സ്റ്റിൽ ഹീസ് വെയിറ്റിംഗ് ഫോർ മീ. ഞാൻ അവൻ്റെ ഒരു ലൈവ് കണ്ടടാ. എനിക്ക് ഹൗ ക്യാൻ ഐ എക്സ്പ്ലെയിൻ ദാറ്റ്? എന്നെ കൊണ്ട് പറയാൻ പോലും പറ്റുന്നില്ല. എനിക്ക് അവനെ ഇപ്പോൾ കാണണം. അവ ആ വീട്ടിലാണ്, അവൻ്റെ റൂമിൽ. അതെനിക്കറിയാം. എനിക്കിപ്പോൾ കാണാം. റാമേ എടാ എന്നെ അവിടെ കൊണ്ടുപോ പ്ലീസ്. എങ്ങനെയെങ്കിലും എന്നെ അവിടെ കൊണ്ടുപോകും. ഓ റിലാക്സ്, നമുക്ക് പോവാം. വണ്ടി എടുക്കാം, വാ ഇറങ്ങാം, വാ. ആ ഇന്നെന്താ അനിയന്റെ അടുത്ത് പോയാള് നേരത്തെ ആണല്ലോ, എന്ത് പറ്റി? ഇന്ന് അനിയന്റെ അടുത്ത് അധികം നേരം ഇരിക്കണ്ടായിരുന്നോ? ഇരിക്കേണ്ടി വന്നില്ല. അത് പിന്നെ ഒരു കാര്യം പറയാ. നീ ഇത് മാറിക്കറാം. ലൂക്ക കാശി. ആന്റി ലൂക്ക എവിടെ? ഐ വാണ്ട് ടു സീ ഹിം. എനിക്ക് അവനെ ഇപ്പൊ കാണണം. അവ എവിടെ ആന്റി? മോള് അവന്റെ റൂമിലുണ്ട്. റൂമിലോ? റാം എന്താ ഇതൊക്കെ? കാശി അബി. ഞാൻ പറയാം ആന്റി, ഞാൻ എല്ലാം പറയാം. അതിനുമുമ്പേ ആന്റി ലൂയിസിനെ വിളിച്ചിട്ട് വരാൻ പറ. ഇന്ന് എവിടെയും കയറരുതെന്ന് പറ. അത്യാവശ്യമാണെന്ന് പറ. പറയാം. എന്തിന്? ഇതേ റാമേ, നീ എന്നെ അവനെ കൂടെ ഒന്ന് ഉണ്ടാക്കാൻ പോവാണോ? അത് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഞാൻ നിന്റെ അടുത്ത് അവൻ്റെ കൂടെ പോയി ജീവിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ അവന്റെ മുമ്പിലൊന്ന് പോയി നിന്നാ മതി, വേറെ ഒന്നും ചെയ്യണ്ട. What the fuck? Where is he? Luca, please open the door. Luca, എനിക്കിതിനെ കാണണം. Luca, ഹേ എന്താടോ തനിക്ക് വേണ്ടേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡോറിൽ വന്നിടത്ത് ഇങ്ങനെ കൊട്ടരുതെന്ന്? ഡിസ്കസ്റ്റിംഗ്. എന്നിട്ട് വെറുതെ വിട്. Leave me alone. Luca, കാശി നിനക്ക് ഡിസ്കസ്റ്റിംഗ് ആണോ? കാശി You look so broken when you cry. One more and then I say goodbye. Sometimes all I think about is you. കാശി
missed you, Luca. Missed you too. Luca, you know, I really miss you. Each and every moment. ഇല്ലതും പറ്റൂലടാ. I know. കരയില്ലേ പ്ലീസ്. എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നീ വരുമെന്ന്. കരയില്ലേ, ഞാൻ നിന്റെ അടുത്തല്ലേ ഇപ്പോ. Don't cry, please. എന്താ അമ്മ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? അമ്മയ്ക്ക് വയ്യെന്നല്ലേ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കല്ല വയ്യാത്ത, ദേ എവനാ. എന്താടാ റാമെ പറ്റിയേ? ഹോസ്പിറ്റലിൽ പോണോ? പീറ്ററിനെ അറിയിച്ചോ? അതിന് എനിക്കൊരു കുഴപ്പമില്ലല്ലോ ലൂയിസേ. പിന്നെ നിന്റെ മുമ്പിരിക്കുന്ന ഞാനല്ലല്ലോ. ആണെങ്കിലല്ലേ എനിക്ക് വല്ല കുഴപ്പമുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതിനിപ്പോ നിന്നോടാണെങ്കിലും പിന്നെ അഭി. ആ മതിയല്ലോ ഇഷാൻറ്റി. റാമേ, നിനക്ക് തന്ന പാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. എവൻ വരുമ്പോൾ എവൻ്റെ മുമ്പിലൊന്ന് വന്ന് നിൽക്കുക, ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാം. ഇതാ അത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി കാശിയോട് പറയണം ഞാൻ വീട്ടിൽ കാണും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനോടങ്ങ് വരാൻ പറയണം. കാരണം അവർ ഓൾറെഡി സെറ്റായല്ലോ. അപ്പം പിന്നെ എൻ്റെ കാര്യം നോക്കി ഞാനെന്നാൽ പോവാം. ശരി എടാ, ഞാൻ ഇറങ്ങുക. റാമേ, വീട്ടിൽ വന്നാൽ മതിയേ. അല്ല റാമേ, അത് നമ്മുടെ അഭിയനല്ലേ? എന്താ നിനക്ക് ബിലീവ് ചെയ്യാൻ പറ്റാത്ത? അവന്റെ ക്യാരക്ടർ മാറിയതാണോ അതോ അവൻ ജീവനോടെ വന്നതാണോ? രണ്ടും ശരിയാണ്. അവൻ ജീവനോടെ വന്നതും സത്യവാ, അവ ഒരുപാട് മാറിപ്പോയെന്നുള്ളതും സത്യവാ. വേണമെങ്കിൽ പിറകെ പൊറ്റോ, ഇല്ലെങ്കിൽ കിട്ടില്ല. അല്ല മോളെ, ഇനിയിപ്പോ പിള്ളേരൊക്കെ തിരിച്ചു വന്ന സ്ഥിതിക്ക് നമുക്ക് എവരുടെയും കൂടെ കല്യാണം അങ്ങ് നടത്താല്ലേ? അല്ല, ആരുടെ എവരുടെ? ആ ചെക്ക ഇതുവരെ എനിക്ക് മുള്ളിനും എടുത്തിട്ടില്ല. അവന്റെ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് 3-4 ആഴ്ചയായി. 3-4 ആഴ്ച. ഹാ, അത് വെറുതെ ഒന്നുമല്ലല്ലോ. ആശാന്റെ കയ്യിരിപ്പുണ്ടല്ലേ, അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കണ്ട. എനിക്ക് തോന്നുന്നില്ല അവ എന്തായാലും നിന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന്. അയ്യോ, അത് നീ പറയണ്ട. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അമ്മാതിരി പോക്കൃത്തരമല്ല അവൻ്റെ അടുത്ത് കാണിച്ചത്. ആ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഈ ലൂയിസ് കെട്ടത്തുമില്ല, അത്രേ ഉള്ളൂ. എനിക്കല്ലാതെ വേറെ ഒന്നുമില്ല. കെട്ടുന്നുണ്ടെങ്കിൽ അവനെ കെട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ കെട്ടത്തില്ല. ആ, അപ്പൊ നീ മിക്കവാറും ഇങ്ങനെ ഒരു കെട്ടാച്ചിരക്കായിട്ട് നിന്ന് പോകത്തേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം, അവനെ ആരും ഫോഴ്സ് ഒന്നും ചെയ്യിപ്പിക്കണ്ട. കാരണം അവനായിട്ട് തോന്നി, അതായത് നിന്നോട് അവന് ക്ഷമിക്കണമെന്ന് തോന്നി വന്നാൽ മാത്രം മതി. ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. കയ്യിരിപ്പുണ്ടേനാണല്ലോ. പിന്നെ കാശിക്കിലൊക്കേക്കും ഇപ്പം കല്യാണമൊന്നും വേണ്ടെന്നാണ് പറയുന്നത്. അവർ കുറച്ച് അടിച്ചു പൊളിച്ചോട്ടെ എന്നാണ് പറഞ്ഞത്. അല്ലേ ലൂക്ക? ആ, അതത്രേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് മതി. ഞങ്ങൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്, അല്ലേ കാശി? ആ, അതെന്തിനാ നീ എന്നോട് ചോദിക്കുന്നത്? നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തല്ലേ. പിന്നെ ഞങ്ങൾ കുറച്ച് പ്രണയിച്ച് കിടക്കട്ടെ ആൻറ്റി, എന്നിട്ട് പോരെ ഈ കല്യാണം, ദാമ്പത്യം ഇതൊക്കെ, അല്ലേ? അത് കഴിഞ്ഞ് പിന്നെ ആലോചിക്കാം കല്യാണം വേണോ വേണ്ടേന്നൊക്കെ, അല്ലേടാ? ആലോചിക്കാന്നാ പൊന്നു മോനെ. കെട്ടുന്നുണ്ടെങ്കിൽ നീ എന്നെ കെട്ടത്തുള്ളൂ കേട്ടാ. ചുമ്മാ പറഞ്ഞതാടാ. ഇപ്പം വേണ്ട ആൻറ്റി, കുറച്ച് കഴിയട്ടെ. ഞങ്ങളൊന്ന് എല്ലാം കൊണ്ട് സെറ്റിലാവട്ടെ. അപ്പോൾ ഈ കഥ ഇവിടെ തീർക്കല്ലേ? ഇനിയിട്ട് വലിച്ചഴക്കണ്ടല്ലോ. അതെങ്ങനെ തീരും? എന്റെ കാര്യത്തിനൊരു തീരുമാനമായില്ലല്ലോ. അത് നീയായിട്ട് വരുത്തി വെച്ച വിനയല്ലേ. അതിന് ഞങ്ങളെന്ത് തീരുമാനം ഉണ്ടാക്കാനാ മോനെ ലൂയിസേ? നീ തന്നെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. ഹലോ ആഴ്മീസ്, അപ്പം നമ്മുടെ
ബേബി ആം യൂസ് ഇവിടെ തീരാണ്. എനിക്ക് നല്ല സങ്കടമുണ്ട് ഇത് തീർക്കുന്നത്. ഞാൻ വിചാരിച്ച ഒരു എൻഡിങ് ഇതിന് കിട്ടിയോ എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. കാരണം നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾ എടുക്കും, പക്ഷെ അതിനെല്ലാം ബ്ലോക്ക് കോപ്പിറൈറ്റ് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര വിഷമമാവും. അങ്ങനെ കുറേ കണ്ടന്റുകൾ എനിക്ക് ഇതിൽ നിന്ന് എടുത്ത് കളയേണ്ടി വന്നു. സോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സെറ്റ് ചെയ്തെല്ലാം. അപ്പോൾ നമ്മുടെ ലൂക്ക കഷി പ്രണയകഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ നമ്മുടെ ഓൾറെഡി മാരീഡ് ആയവരെ, അതായത് ലിയോ ഇമാനുവലൊക്കെ മാരീഡായി. അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് ക്ലാരിഫിക്കേഷൻ ഒന്നും ഇതിൽ തരാനില്ല. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ദിവസവും ഈ ദിവസമായിട്ടുള്ള എല്ലാ വീഡിയോസിലും ഇട്ടു. സോ അപ്പം നമുക്കിനി വീണ്ടും ഒരു ടേക്ക് കുക്ക് വൺ ഷോട്ടുമായിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ. എല്ലാവർക്കും സ്റ്റോറിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും എടുത്ത് വെച്ച് കാണാം. ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇഷ്ടപ്പെട്ട എടുത്ത് വെച്ച് കാണാം. അപ്പോൾ ശരി, ബൈ. அந்திப்பகல் உன்னருகே நான் வாழ வேண்டும். என் ஆசையெல்லாம் உன் இறுக்கத்திலே, என் ஆயுள் வரை உன் அணைப்பினிலே வேறென்ன